അമേരിക്കയും സഖ്യകക്ഷികളുമായി ദീർഘകാല യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഒരു തരത്തിലും കുറയ്ക്കില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ നയതന്ത്ര ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് കമാൽ ഖരാസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10ാം ദിനത്തിൽ തങ്ങളുടെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം തുടരുമെന്ന സൂചനയും നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സാമ്പത്തികമായ നിരവധി ആഘാതങ്ങളിലൂടെ മാത്രമേ ഈ പോരാട്ടം അവസാനിക്കൂ എന്നും ടെഹ്റാനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഖരാസി വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് പല വാഗ്ദാനങ്ങളും ലംഘിച്ചു. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളടക്കമുള്ളവർ ട്രംപിനെ പിന്തിരിപ്പിക്കണം. തങ്ങളെ അനാവശ്യമായി ആക്രമിക്കുന്നു, മറ്റു രാജ്യങ്ങൾ വരെ ഇടപെടുന്നത് വരെ പിന്നോട്ടില്ല എന്നും ഇറാൻ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിനും ഈ ആക്രമണങ്ങളൊക്കെ ഇടയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർധനവ് വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഡോളറിന്റെ വില വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലമുണ്ട്. സുയസ് പ്രതിസന്ധിയേക്കാൾ ഇരട്ടി ആഘാതം നിലവിലെ സാഹചര്യം സൃഷ്ടിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഇറാൻ ഒട്ടും പിന്നോട്ടില്ല എന്ന വിവരങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇറാന് കടുപ്പിക്കുകയാണ്. ഇത്ര വലിയ ആക്രമണം അവരുടെ മേഖലകളിലേക്ക് ഉണ്ടായിട്ട് പോലുമാണ് ഇറാൻ ഇത്തരത്തിൽ കടുപ്പിച്ചു നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? എത്ര നാൾ വേണമെങ്കിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആത്മവിശ്വാസം ഇറാൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കടുത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ ഇറാനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും മേഖലയിൽ ആക്രമണം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഖൂമൈൻ എന്നുള്ള ഇറാനിയൻ പട്ടണത്തിൽ ഒരു സ്കൂളിനും അതുപോലെ തന്നെ മറ്റൊരു റെസിഡൻഷ്യൽ കെട്ടിടത്തിനും ആക്രമണം കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ മറ്റ് മരണങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ആക്രമണം ഇറാന്റെ പല പ്രദേശങ്ങളിലുമുണ്ട്. ഇന്നലെ ഇസ്രായേലി ആർമി വ്യക്തമാക്കിയത് IRGCയുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ഒരു പോലീസ് ആസ്ഥാനവും ഒരു സൈനിക പരിശീലന കേന്ദ്രം ഉൾപ്പെടെ തകർത്തു എന്നാണ് ഇസ്രായേലി ആർമി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതുപോലെ എണ്ണപ്പാടങ്ങളും അതുപോലെ എണ്ണ വിതരണ കേന്ദ്രങ്ങളും എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ഉൾപ്പെടെ ടെഹ്റാനിൽ നശിച്ചു. അപ്പോൾ ഇത്ര വലിയ പ്രതിസന്ധികൾ പല മേഖലകളിൽ അവർ നേരിടുന്നുണ്ട്. അവരുടെ ജനജീവിതത്തിലാണെങ്കിലും അതുപോലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധിയാണെങ്കിലും ആയുധങ്ങളുടെ കുറവാണെങ്കിലും ഇന്ധനക്ഷാമം അത്തരത്തിൽ പല പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഈ യുദ്ധം തങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ഇറാനിയൻ നേതാക്കൾ പല ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഇപ്പോൾ പ്രസിഡന്റ് ഇടയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവസാനിപ്പിക്കുന്നു എന്നല്ല, ഈ അയൽ രാജ്യങ്ങളെ മറ്റൊരു പ്രകോപനമില്ലാതെ ഇനി ആക്രമിക്കില്ല എന്നൊരു പ്രസ്താവന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇതിന് കടുത്ത എതിർപ്പുകളും ഉണ്ടായിരുന്നു. ഇത്തരമൊരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഒരു നേതാക്കളും ഈ യുദ്ധത്തിൻ്റെ ഒരു തോത് അവസാനിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല. ഇതൊരു പക്ഷേ അവിടെയുള്ള യാഥാസ്ഥിതിക സമൂഹത്തെ തൃപ്തിപ്പെടുത്താനായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നതിൻ്റെ ഒരു സൂചന നൽകാൻ കൂടിയാകാം. അല്ലെങ്കിൽ ഇറാന്റെ കൈവശം ഇനിയും ആയുധങ്ങളുണ്ട്, അവർ അവകാശപ്പെടുന്നത് പോലെ ഇനിയും ആയുധങ്ങൾ അവരുടെ പക്കൽ ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾക്ക് യാതൊരു അയവുമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പല രാജ്യങ്ങളിലേക്കും ഇപ്പോഴും മിസൈലുകളും ഡ്രോണുകളും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ 2 ഡ്രോണുകൾ കൂടി നശിപ്പിച്ചു എന്നുള്ള വിവരമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ രാവിലെ 2 മിസൈലും അതുപോലെ തന്നെ 1 ഡ്രോണും നശിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം അത് ഇസ്രായേലിലേക്ക് കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. ഈ ഇറാനും അതുപോലെ തന്നെ ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രായേലിലേക്ക് നിലവിൽ 30 മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ടാണ് ഇസ്രായേലി ആർമി വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളും അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഖത്തർ അമീറിനെ നേരിട്ട് ഫോൺ വിളിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് നിലവിൽ ഒരു അയവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതിനിടയിലാണ് അജയ്, അമേരിക്ക ഇസ്രായേൽ ഈ സംഘർഷങ്ങൾക്കിടയിൽ യുദ്ധം ഏകദേശം അവസാനിച്ചു എന്നാണ്
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അത് ഇറാനെ കളിയാക്കിക്കൊണ്ടാണ്, പരിഹാസത്തോടുകൂടിയാണ് ട്രംപിൻ്റെ ഈ പറച്ചിൽ. ഏകദേശം 4-5 ആഴ്ചകൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും, പക്ഷേ US ഇപ്പോൾ ഈ ഇത്രയും ദിവസം 10-15 ദിവസം ആയപ്പോഴേക്കും വളരെയധികം മുന്നിലാണെന്നും ഇത് വേഗത്തിൽ തന്നെ അവസാനിച്ചെന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെടുന്നത്. അതായത് ഇറാന്റെ നാവികസേന ഇല്ല, അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചു. ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്തു, വ്യോമസേനയും ഇല്ല എന്ന് ട്രംപ് പരിഹാസ രൂപേണ പറയുകയാണ്. മിസൈലുകൾ ചിതറിപ്പോയി, നിങ്ങൾ അത് നോക്കിയാൽ മനസ്സിലാകും. നിർമ്മാണത്തിലുൾപ്പെടെ അവരുടെ ഡ്രോണുകൾ എല്ലായിടത്തും നശിപ്പിക്കപ്പെടുകയാണ്. സൈനികപരമായി അവർക്ക് ഇനി ശേഷിയില്ല. ഒപ്പം ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപ് പറയുന്നത് കപ്പലുകൾ കടന്നു പോകുന്നുണ്ടല്ലോ, അത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചൊന്നും ഒക്കെ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ മറ്റ് ഇറാൻ്റെ കപ്പലുകളും മറ്റും പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ട്രംപും ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിയിലാണ്. അത് ഈ പറഞ്ഞതുപോലെ അതിനുശേഷം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ട്രംപ് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ഒരാൾ കൂടിയാണ് ട്രംപ്. പക്ഷേ ഈ യുദ്ധം അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്തായിരിക്കും? ഇപ്പോൾ ഈ US-നകത്ത് നിന്ന് തന്നെ അവരുടെ പല പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു വ്യക്തതയില്ലെന്ന് കാണാൻ സാധിക്കും. കാര്യം US-ൻ്റെ തന്നെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് അദ്ദേഹം പ്രതികരിച്ചത് ഈ യുദ്ധം അത് നിലവിലൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഇത് വെറും ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിലാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നാൽ ട്രംപിനോട് ഇന്നലെ മാധ്യമങ്ങൾ ഇതേ കാര്യം എടുത്തു ചോദിച്ചിരുന്നു. അപ്പോൾ ട്രംപ് ഇതിനെ ഒന്ന് വളച്ചൊടിച്ച് മറ്റൊരു തരത്തിലാക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. അതായത് നിലവിൽ ഇതൊരു തുടക്കമാണ് എന്നുള്ളത് ശരിയാണ്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് തങ്ങളുടെ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് എന്നാണ് ട്രംപ് പിന്നീട് വ്യക്തമാക്കുകയുണ്ടായത്. ആദ്യം തന്നെ ട്രംപ് സൂചിപ്പിച്ചൊരു കാര്യം, ഇത് 4 ആഴ്ച യുദ്ധം നീളുമെന്ന്. പിന്നീട് ഇപ്പോൾ പറയുന്നു യുദ്ധം അവസാനിക്കാറായി, US-ഉം ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിനോട് തുടർ ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ പുതിയ നേതൃത്വത്തിനെ സംബന്ധിച്ച്, അതുപോലെ മുജ്തബ ഖമനയുടെ ഒരു അധികാര ലബ്ധി, അതിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനെപ്പറ്റി ട്രംപ് പറഞ്ഞത് മുജ്തബ ഖമനൈ അധികാരത്തിൽ വന്നതുകൊണ്ട് ഇറാനിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരു മാറ്റങ്ങളും ഉണ്ടാകില്ല, അവിടെ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവരും മാറണം, പുതിയൊരു നേതൃത്വം അവിടെ അധികാരത്തിൽ വരണം, ആ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിൽ US-ൻ്റെയും ഒരു സാന്നിധ്യം ഉണ്ടാകണം, തൻ്റെ കൂടി അനുവാദത്തോടെ മാത്രമേ അത് നടക്കാവൂ എന്നെല്ലാമാണ് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതേസമയം ഇറാൻ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവിനാണ് ട്രംപ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കാര്യം വെനസ്വേലയിൽ ഉൾപ്പെടെ ഇതൊരു വിജയിച്ച നീക്കമായിരുന്നു. വെനസ്വേല രാഷ്ട്രീയത്തിൽ തന്നെയുള്ള മറ്റൊരു പ്രമുഖ മുഖത്തെ അധികാരത്തിലേക്ക് കയറ്റി ഡെൽസി റോഡ്രിഗസിനെ പ്രസിഡന്റാക്കി. അപ്പോൾ അതുപോലെ തന്നെ ഇറാൻ അകത്തും മറ്റൊരു നേതാവിനെ കണ്ടെത്തി അധികാരത്തിൽ പ്രതിഷ്ഠിക്കാനാണ് തനിക്കിഷ്ടം എന്നതാണ് ട്രംപ് മുന്നോട്ട് പറഞ്ഞത്. അതേസമയം IRGC യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതത്തെ വീണ്ടും നിയന്ത്രിക്കും എന്നുള്ളൊരു തരത്തിലുള്ള പ്രസ്താവനകൾ വന്നപ്പോൾ ട്രംപ് നിലവിൽ കുറച്ചുകൂടി സ്വരം കടുപ്പിച്ച് ട്രൂത്ത് സോഷ്യലിൽ വളരെ വലിയൊരു പ്രകോപനവുമായി നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ 20 ഇരട്ടി ആഘാതത്തിൽ ഇറാനെ ആക്രമിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.